എൻ്റെ പേര് മേരി റിനി. ഞാൻ പള്ളിത്തോട് ഇടവക അംഗമാണ്. ഞാൻ 2021 സെപ്റ്റംബർ 29 ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടി നിയോഗമെന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ജോലിയായിരുന്നു. കാരണം ഞാൻ 2018 മുതൽ ഒരു CBSE സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം എൻ്റെ ഹസ്ബൻഡ് ആകസ്മികമായി മരിച്ചതുകൊണ്ട് എനിക്ക് പിന്നെ മുന്നോട്ട് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം കൊറോണ വന്നു. അതിനുശേഷം ഇവിടെ ഉടമ്പടി തുടങ്ങിയപ്പോൾ വന്ന് ഉടമ്പടി എടുത്തു. കാരണം ഏജ് ഓവറാകാൻ പോകുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത് പുതുക്കാൻ സമയമായപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള മിസ്സുമാരോട് പറയും, മിസ്സേ ഇനി ഞാൻ പിന്നെ ഈ സ്കൂളിന് ഈ ജോലിയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അടുത്ത വർഷം ഞാൻ വേറെ എന്തെങ്കിലും ജോലി നോക്കും. കാരണം എനിക്കിത് പറ്റില്ല. അപ്പോൾ അവരും ഉടമ്പടിയിലൊക്കെ ഉള്ളവരായതുകൊണ്ട് അവരും ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരായതുകൊണ്ടും എന്നോട് പറയുമായിരുന്നു, വിഷമിക്കേണ്ട, നീ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പുതുക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു മാർച്ചൊക്കെ ആയപ്പോൾ സ്കൂളിലെ ലീവൊന്നുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ദിവസം ലീവ് എടുത്ത് നീ ഉടമ്പടി പുതുക്കൂ, എന്നിട്ട് അമ്മയോട് ഈ നിയോഗം പറയൂ. കാരണം ഏജ് ഓവറായി, ഇനി സമയമില്ല. PSCയിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിട്ട് അതിൽ നിയമനവും നടന്നില്ല. അപ്പോഴേ ഞാനൊരു മാർച്ച് 5 ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കുകയും 2022 മാർച്ച് 5 ഉടമ്പടി പുതുക്കുകയും ആ ദിവസം തന്നെ എനിക്കറിയാൻ സാധിച്ചു, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് LP സ്കൂളിലേക്ക് പുതിയ ടെസ്റ്റ് നടത്താൻ പോകുന്നു. ആ മാർച്ച് മാസത്തിൽ തന്നെ ടെസ്റ്റിനുള്ള ഗൂഗിൾ ഫോം വരികയും ഞാനും അതിനപേക്ഷിക്കുകയും ചെയ്തു. ഏപ്രിൽ 2 എൻ്റെ ടെസ്റ്റ് നടന്നു. ഒരു 130ഓളം കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമമായിരുന്നു, കിട്ടുമോ എന്ന് അറിയില്ല. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അറിയിപ്പുണ്ടായി, ഏപ്രിൽ 30 ഇൻ്റർവ്യൂ നടക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു കോൾ വരികയാണ്. കാരണം ഉടമ്പടി പുതുക്കി ആ 90 ദിവസത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണിത്. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവിടെ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഒരു 8 പേരോളമുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, ആദ്യം ഒരു 8 വേക്കൻസി ഉണ്ട്, ഇന്ന് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഓരോരുത്തരെയാണ് വിളിക്കുന്നത്. ഇന്ന് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. സാധാരണ മാനേജ്മെൻറ്റിൽ ലിസ്റ്റ് അങ്ങനെ പബ്ലിഷ് ചെയ്യാറില്ല. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്കൊരു അനുഭവം ഉണ്ടായി. വീട്ടിലിരുന്നൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2 എന്നൊരു നമ്പർ ഒരു സ്ത്രീ ശബ്ദത്തിൽ എനിക്ക് കേട്ടു. അപ്പോൾ ഞാൻ വാതിക്കെ ചെന്നിട്ട് അമ്മച്ചി ആയിരിക്കുമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോൾ ആരുമില്ല, അമ്മച്ചി അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോരുത്തരെയായിട്ട് അച്ഛനെ സംസാരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജൂണിൽ അപ്പോയിൻമെൻറ്റ് ഉണ്ടാകും. ജൂൺ 1 ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് തന്നെ ആയിരിക്കും അപ്പോയിൻമെൻറ്റ്. നിങ്ങൾ 8 പേര് ആദ്യം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. നിൻ്റെ റാങ്ക് 2 ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂൺ 1 തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക്, ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് എന്നെ നിയമിച്ചു. ആ നിയമനം ലഭിച്ച 1 വർഷത്തിന് ശേഷം അപ്പോൾ ഒരു ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കോടതി വിധി വന്നു. ഭിന്നശേഷി സംവരണം പാലിക്കാത്തത് കൊണ്ട് മാനേജ്മെൻറ്റ് നിയമിച്ച നിയമങ്ങളൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. കൂടുതൽ വിഷമത്തിലായി. ഞാൻ മാതാവിനെ തന്നെ ആശ്രയിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, നീയും ഈശോയും അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, ഇതിൽ നീ ഇടപെടണം. അങ്ങനെ 1 വർഷത്തിന് ശേഷം ജൂൺ ആയപ്പോഴേക്കും ഒരു AE ഓഫീസിൽ നിന്നൊരു അറിയിപ്പുണ്ടായി, അപ്പോയിൻമെൻറ്റ് പാസ്സാക്കുന്നു എന്ന് പറയും. അപ്പം ഞങ്ങൾ വിചാരിച്ചു റെഗുലറൈസ് ചെയ്ത് പാസ്സാക്കിയായിരിക്കുമെന്ന്. പക്ഷേ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നപ്പോഴാണ് അറിയുന്നത് അത് ഡെയിലി വേജായി പാസ്സാക്കിയാണെന്നുള്ളത്. നല്ല വിഷമം തോന്നി. ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഈശോയോട് ചോദിച്ചു, ഈശോയെ, നീ എനിക്കൊരു സ്ഥിരം ജോലിയല്ലേ തന്നത്, പിന്നെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഏജ് ഓവറായി, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു മാറ്റിവെക്കലോ ഇങ്ങനെ ഒന്നും സാധിക്കില്ല, ഏജ് ഓവറായി. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കിട്ടിയ വചനം ഏശയ്യാ 69:9 കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ ഈശോയുടെ കയ്യിൽ കൊടുത്ത വിഷയമാണ്, ഇതിൽ ഈശോ ഇടപെടും. അങ്ങനെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നോടുള്ള എൻ്റെ ഉടമ്പടി പുതുക്കലിലേക്ക് എൻ്റെ നിയോഗമായി ഇത് ഞാൻ വെക്കുമായിരുന്നു. ഈശോയെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടാകരുത്. എനിക്കിനി എന്നെ സംബന്ധിച്ചിടത്തോളം ഏജ് ഓവറായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗവൺമെൻറ് പുതിയൊരു ഓർഡർ ഇറക്കി. സുപ്രീം കോടതി NSSന് നൽകിയ വിധി അനുസരിച്ച് മാനേജ്മെൻറ്റുകൾ ഭിന്നശേഷി സംഭരണത്തിനുള്ള സീറ്റുകൾ ഒഴിച്ചിടുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്ത് സാലറി സ്കെയിലിലേക്ക് പാസ്സാക്കുന്നുവെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അതിൽ ഉൾപ്പെടുകയും ഈ ചൊവ്വാഴ്ച മാർച്ച് 17-ാം തീയതി എൻ്റെ അപ്പോയിൻമെൻറ്റ് റെഗുലറൈസ് ചെയ്ത് ഞാൻ എന്ന് ജോയിൻ ചെയ്തോ അന്നു മുതൽ ഉള്ള എൻ്റെ ആ സർവീസ് മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ പോസ്റ്റ് റെഗുലറൈസ് ചെയ്ത് ശമ്പള സ്കെയിലിലേക്ക് പാസ്സാക്കി ഓർഡറാക്കി. ആ ഓർഡറുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മയോട് ആദ്യം പറയണമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയോട് തന്നെയാണ് ആദ്യം പറയുന്നത്. എൻ്റെ വീട്ടിൽ പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. എൻ്റെ സ്കൂളിലെ അധ്യാപകർക്കല്ലാതെ മറ്റാർക്കും ഇതറിയില്ല. അമ്മയോട് പറഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ വീട്ടിൽ കൂടെ അറിയിക്കുമെന്ന് ഒരു അമ്മ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന്. കാരണം ഒരു യോഗ്യതയും എനിക്കുണ്ടായിട്ടല്ല, ഈ അമ്മ തന്ന ഒരു അനുഗ്രഹം കൊണ്ട്, ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹമാണിത്. എൻ്റെ ജീവിതത്തിൽ അമ്മയും ഈശോയും അല്ലാതെ വേറെ ആരുമില്ല. അവർ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും. 1000 നന്ദി പറയുന്നു. അല്ലാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ കാലയളവിൽ ഈശോ തന്നിട്ടുണ്ട്. എനിക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. 2 വർഷമായിട്ട് പൊടി അലർജിയാണ്. അതുപോലെ തന്നെ തണുത്ത എന്തെങ്കിലും കഴിക്കുകയോ കാറ്റ് കൊള്ളുകയോ അങ്ങനെ ഭയങ്കരമായിട്ട് രാവിലെ ബുദ്ധിമുട്ടുമായിരുന്നു. തുമ്മലാണ്. ക്ലാസ്സിലൊക്കെ നിൽക്കുമ്പോൾ തുമ്മൽ തുടങ്ങിയ പിന്നെ ഒരു 2-3 കർച്ചീഫുകളായിട്ടാണ് പോണത്. പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. തുമ്മൽ എന്നിട്ട് മഴ പെയ്യുന്നത് പോലെയാണ് മൂക്കിൽ നിന്ന് വരുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ എനിക്ക് ഒരുപാട് സഹനങ്ങൾ തന്നു, അത് ഞാനെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. ഇതും ഒരു സഹനമായി നീ തരികയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ പോയിരിക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ ആകുമ്പോൾ ഇങ്ങനെ തുമ്മി മറ്റുള്ളവർക്കൊരു ശല്യം. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, നിൻ്റെ തിരുക്കുമാരൻ്റെ പീഡാസഹനങ്ങളുടെ കുറവുകളോട് ചേർത്ത് ഞാനിത് വെക്കുന്നു, നീ ഇത് സ്വീകരിക്കണമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ടോക്കിൽ അങ്ങനെ അച്ഛൻ പറഞ്ഞു, നമ്മുടെ സഹനങ്ങൾ ഈശോയുടെ പീഡാസഹനങ്ങളുടെ കുറവുകളോട് ചേർത്ത് വയ്ക്കണമെന്ന് പറയുകയാണ്. അത് കേട്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ അസുഖം ഇങ്ങനെ പൂർണ്ണമായും മാറി. ഇപ്പം എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഞാൻ എല്ലാ ദിവസവും ഗുളിക കഴിക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഉറക്കം വരുന്ന പോലെ തോന്നും. എങ്കിലും അത് കഴിക്കാതെ പോയി നിന്നാൽ ആ ജലദോഷം കൊണ്ട് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ നിന്ന് തുമ്മി ഇങ്ങനെ നിൽക്കണം. അവർക്കും അത് പകരുമോ എന്നോർത്ത് ഞാൻ പേടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഗുളികയും കഴിക്കേണ്ട യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ എൻ്റെ മകന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ ഹോൾ ചെറുതായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, അവന് സർജറി ചെയ്യണം, അനസ്തേഷ്യ കൊടുക്കണം, ഇപ്പോൾ ഒരു 10 വയസ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനുശേഷം ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് സർജറി ഇല്ലാതെ തന്നെ അത് മാറി. പിന്നെ ഒരു ഡോക്ടറെയും കാണിക്കേണ്ടി വന്നില്ല, അത് പൂർണ്ണമായി മാറി. അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഇത് പിന്നെ ഈ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു കൂൾ എക്സാം പാസ്സാകണമായിരുന്നു. അതും ഞാൻ നിയോഗത്തിൽ വെച്ചു, അതും പാസ്സാകാൻ സാധിച്ചു. ചെറുതും വലുതുമായ അനുഗ്രഹം മാതാവ് ഈശോയിലൂടെ എനിക്ക് നേടിത്തന്നിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് ഞങ്ങൾ അധ്യാപകർ കൂടിയൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ഞങ്ങൾ അഖണ്ഡ ജപമാല എല്ലാ മാസവും 2-ാം ശനിയാഴ്ച നടത്താറുണ്ട് ഓരോ വീടുകളിൽ. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഹോസ്പിറ്റൽ മിഷൻ പോലെ നടത്താറുണ്ട്. എല്ലാവരും പൈസ കളക്ട് ചെയ്ത്. അപ്പോൾ ക്യാൻസർ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കാറുണ്ട്. അവിടെ പോയി രോഗികളെ സന്ദർശിക്കുകയും പത്രവിതരണം നടത്തുകയും അവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുപോലെ മറ്റുള്ളവരും നമ്മളോട് സഹായം ചോദിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനകോടി നന്ദി പറയുന്നു. എനിക്ക് അല്ലാതെ സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായി. എനിക്ക് ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ ഞാനിവിടുന്ന് ഈ ജോലി ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെയുള്ള അധ്യാപകർ ഇതുപോലെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് അവരൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്ന് പറയും. അപ്പോൾ അവരെന്നോട് പറയുന്നത്, നീ പ്രാർത്ഥിക്കുക, നിൻ്റെ വിളി എന്താണെന്ന് നീ മാതാവിനോട് ചോദിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുകയാണ്, അമ്മേ നീ എന്നെ ഒരു അധ്യാപികയാക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതാണ് നീ എന്നെ വിളിച്ചിരിക്കുന്ന വിളിയെങ്കിൽ നീ എനിക്കത് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, എൻ്റെ സ്കൂളിൽ ഞങ്ങൾ രാവിലെ പോകുമ്പോൾ പ്രെയർ റൂമുണ്ട്, അധ്യാപകർ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് ജോസഫ് അച്ഛൻ വരുന്നു. എന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും ബ്ലെസ് ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് വിടുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ നിൻ്റെ വിളി ഇത് തന്നെയാണ്, നീ പ്രാർത്ഥിക്കുക, നിനക്ക് ഒരു അനുഗ്രഹം മാതാവ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം സ്വപ്നത്തിൽ കാണുകയാണ്, ഈ ക്രൂശിത രൂപത്തിലുള്ള ഈശോ, ഇവിടെ അച്ഛൻ ഒരു
ധ്യാനം നടക്കുന്നു, ആരാധന എഴുന്നള്ളിച്ചു. അച്ഛൻ ഇവിടെ നിന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് ജീവൻ വെച്ചിട്ട് ഈശോ ഇറങ്ങി വന്ന് അച്ഛൻ്റെ അഭിമുഖമായി നിന്നിട്ട് അച്ഛനോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. പിന്നെ അല്ലാതെ ഞാനിവിടെ വന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതായിട്ടൊരു ദിവസം സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ ഈ ഈശോയുടെ വലത് കൈയിൽ നിന്ന് ഒരു പ്രകാശം എൻ്റെ മുഖത്ത് അടിക്കുന്നത് പോലെയും എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ അൾത്താരെയും മാതാവിനെയും ഈശോയും ഒക്കെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യവും അമ്മയും ഈശോയും എനിക്ക് നൽകുകയുണ്ടായി. അതിന് ഞാൻ നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 20-ാം തിരുവചനം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും. നാം വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടക്കുമ്പോൾ 2000 പരം വാഗ്ദാനങ്ങളാണ് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടി അവിടുന്ന് നിർവഹിക്കുന്നതാണ്. ഓരോ സാക്ഷ്യങ്ങളിലും നാം സഹോദരങ്ങൾ ഏറ്റുപറയുന്നതായി കാണുന്നത്. മേരി റിനി എന്ന ഈ സഹോദരി ഇവിടെ വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് ഒരു അസാധ്യതയുടെ സാക്ഷ്യമാണ്. തനിക്ക് ഏജ് ഓവറായിട്ടുള്ള ഒരു മെറിറ്റുമില്ല ഒരു ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിനൊരു നിയമനത്തിന് ഇനി സാധ്യതയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വപ്നത്തിലൂടെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും എല്ലാം വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഈശോയെയും പരിശുദ്ധാമ്മയെയും സ്വപ്നത്തിലൂടെ അനുഭവിക്കുവാനും കാണുവാനുമൊക്കെയുള്ള വലിയ കമ്മ്യൂണിക്കേഷൻ അനുഭവങ്ങൾ ഈ മകൾക്കുണ്ടായി എന്ന് ഏറ്റുപറയുന്നു. ഈ മകൾ വളരെ സങ്കടപ്പെട്ട് ഇനി എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കാൻ സാധ്യതയില്ലേ എന്ന് സങ്കടപ്പെട്ട് ചോദിച്ചപ്പോൾ ഒരു ഫീമെയിൽ വോയിസ് വളരെ കൃത്യമായി പരിശുദ്ധ അമ്മയുടെ വോയിസ് തന്നെ ഈ മകൾക്ക് കേൾപ്പിക്കുകയുണ്ടായി. 2 എന്ന നമ്പർ ഈ മകളെ കേൾപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഈ മകളുടെ ജീവിതത്തിലുണ്ടായ വലിയ വ്യത്യാസങ്ങൾ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും പരിശുദ്ധ അമ്മ നൽകിയ ആ സാമീപ്യവും വാഗ്ദാനവും വളരെ ശക്തമായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ തൻ്റെ ആയുധമായ ജപമാലയും ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് വളരെ ശക്തമായി പോരാടുവാനും പ്രാർത്ഥിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഈശോയെ കൈമാറുവാനും ഈശോയെ സ്നേഹിക്കുവാനുമുള്ള വലിയ അനുഭവവും അനുഗ്രഹവും അഭിഷേകവും ഈ മകൾക്കുണ്ടായി എന്നാണ് ഈ മകളേറ്റു പറയുന്നത്. തൻ്റെ എല്ലാ സാധ്യതകളിലും പരിശുദ്ധ അമ്മ ഇടപെടുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ പെട്ടെന്ന് പെട്രോൾ കത്തുന്നത് പോലെ കത്തുന്നത്. മേരി റിനിക്ക് പറയാൻ അത് തന്നെയാണുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഉടമ്പടി ഇത്രയും വേഗം ലാഘുവായത്, ഇത്രയും വേഗം ശക്തമായി കത്തിപ്പടർന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണെന്ന് ഈ മകൾ ഉറപ്പിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ഈ മകളുടെ വർഷങ്ങളായിട്ടുള്ള അലർജി, തുമ്മൽ, ഇതെല്ലാം പരിശുദ്ധ അമ്മ നേർച്ച വസ്തുക്കളുടെ ശക്തമായ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ വിശ്വാസ പ്രയോഗത്തിലൂടെ ഈ മകൾക്ക് സൗഖ്യപ്പെട്ടു. മകൻ്റെ യൂറിൻ പാസ് ചെയ്യാനുണ്ടായിരുന്ന ആ തടസ്സവും പരിശുദ്ധ അമ്മ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ശക്തമായി പ്രവർത്തിച്ചതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഏറ്റെടുത്തു. ഇന്ന് മേരി റിനിക്ക് ഈശോയെ പ്രഘോഷിക്കുവാനും ഈശോയെ പറ്റി സംസാരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളെക്കുറിച്ച് പറയുവാനും 1000 കാരണങ്ങൾ ഉള്ളതിൻ്റെ ഒരു വലിയ അവസ്ഥ ഇതാണ്. ഇന്ന് എന്നെ തൊട്ടതുപോലെ, എന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് മേരി റിനിക്ക് ഏത് ലോകത്തിനു മുന്നിലും ഏതൊരു നിരീശ്വരവാദിയുടെയും മുന്നിൽ ശക്തമായി ഏറ്റുപറയാനുള്ള ബലവും ധൈര്യവും സാമർഥ്യവും ഈശോ നൽകിയിരിക്കുകയാണ്. മേരി റിനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെയും സങ്കടങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.